രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമധരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 23-ാം സർഗം താരയുടെ വീണ്ടുമുള്ള വിലാപത്തിനെ പറ്റിയാണ്. താരയ്ക്ക് ഭഗവാൻ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷവും ആ താര തൻ്റെ ഭർത്താവിനെ ഓർത്ത് വിലപിക്കുന്നതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ മരിച്ചു കിടക്കുന്ന കപിരാജാവിൻ്റെ മുഖം ചുംബിച്ചുകൊണ്ട് താര ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറഞ്ഞത് കേൾക്കാതെ അങ്ങ് ഇപ്പോൾ ഈ കല്ല് നിറഞ്ഞ നിരപ്പില്ലാത്ത നിലത്ത് ക്ലേശം മാണ്ട് കിടക്കുകയാണ്. അല്ലേ വാനരോത്തമ, ഭൂമി നിനക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ നീ അവളെ പുണർന്നുകൊണ്ട് ഇപ്പോൾ കിടക്കുന്നത്. എന്നോട് ഒട്ടും മിണ്ടുന്നുമില്ല. നീ സുഗ്രീവനെ അധീനനായി മാറിയല്ലോ. വിധിയുടെ വിഹിതം വളരെ വിചിത്രം തന്നെയാണ്. അല്ലേ വീര, സാഹസപ്രിയനായ സുഗ്രീവൻ തന്നെയാണ് വിക്രമനായിട്ടുള്ളത്. കരടികളും വനരന്മാരും എല്ലാവരും നിന്നെ ചുഴന്ന് നിലകൊള്ളുന്നുണ്ട്. ഇവരുടെ ആ ദുഃഖപൂർണമായ വാക്കുകളും അംഗദൻ്റെ വിലാപവുമൊന്നും എൻ്റെ ഈ വാക്കുകളും കേട്ടിട്ടും നീ എന്തുകൊണ്ടാണ് ഉണരാത്തത്? പോരിൽ കൊല്ലപ്പെട്ട് നീ ഇപ്പോൾ വീരശയനത്തിൽ കിടക്കുകയാണല്ലോ ചെയ്യുന്നത്. പണ്ട് നിന്നാൽ കൊല്ലപ്പെട്ട വൈരികളെ എല്ലാവരെയും കിടത്തിയതുപോലെ തന്നെ ഇന്ന് നീയും കിടക്കുകയാണ്. അല്ലേ ശുദ്ധമായ കുലത്തിൽ ജനിച്ചവനെ, യുദ്ധത്തെ ആഗ്രഹിക്കുന്നവനെ, എൻ്റെ പ്രിയപ്പെട്ടവനെ, അഭിമാനശാലിയായുള്ളവനെ, എന്നെ അനാഥയാക്കിയിട്ട് അങ്ങ് ഒറ്റയ്ക്ക് പോയി കളഞ്ഞുവല്ലോ. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മകളെ ഒരു ശൂരന് വിവാഹം ചെയ്തു കൊടുക്കരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് ആ മകൾ വിധവയാക്കി ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നോക്കൂ, നശിച്ച ശൂരഭാര്യയായ എന്നെ, എൻ്റെ മാനം തകർന്നു, എൻ്റെ നിത്യഗതി മുടങ്ങി, പരന്ന ആ ദുഃഖത്തിൻ്റെ അഴലാഴിയിൽ ഞാൻ മുങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് കണ്ടിട്ട് 100 നെറുങ്ങാത്ത എൻ്റെ നെഞ്ച് കല്ല് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൃത്തും ഭർത്താവും സ്വതേ എൻ്റെ പ്രിയപ്പെട്ടവനും ശൂരനുമായ അവൻ പോരിൽ ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. മരണം. പുത്രനുണ്ടായിരുന്നാലും ധനധാന്യ സമൃദ്ധയായാലും ഭർത്താവില്ലാത്ത സ്ത്രീയെ ജനങ്ങൾ വിധവ എന്നാണ് വിളിക്കുക. തൻ്റെ മെയ്യിൽ നിന്നൊഴുകിയ ചോരക്കളത്തിലെ ചെമ്പട്ട് വിരിച്ച സ്വന്തം കിടക്കയിലെന്ന പോലെയാണ് അല്ലേ ബാലി അങ്ങ് കിടക്കുന്നത്. പൊടിയും ചൂരയും പുരണ്ട നിൻ്റെ ശരീരം മുഴുവൻ കൈകൾ കൊണ്ട് പുണരാൻ എനിക്ക് കഴിയുന്നില്ല. ഈ ഘോരമായ യുദ്ധത്തിൽ സുഗ്രീവൻ ഇന്ന് കൃതാർത്ഥനായി തീർന്നിരിക്കുകയാണ്. രാമൻ അയച്ച ഒരൊറ്റ അമ്പ് കൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ഭയവും നീങ്ങപ്പെട്ടു. മരണമടഞ്ഞ നിന്നെ നോക്കുന്ന എനിക്ക് നെഞ്ചിൽ തറച്ച ബാണം മൂലം നിൻ്റെ ശരീരം തൊടാനാവുന്നില്ല. ഗിരിയിലെ ഉള്ളിലുള്ള ഗുഹകളിൽ നിന്ന് പാമ്പിനെ എന്ന പോലെ നീലൻ ആ ബാലിയുടെ മെയ്യിൽ പറിച്ച ശരം പറിച്ചെടുക്കപ്പെട്ട ബാണം അസ്താചലത്തിലെത്തിയ അരുണൻ്റെ കതിരുകൾ പോലെ വിളങ്ങി, സൂര്യാസ്തമയ സമയത്തുള്ള ശോഭ പോലെ വിളങ്ങി എന്നാണ്. അവൻ്റെ വ്രണങ്ങളിൽ നിന്ന് എമ്പാടും മലമുകളിൽ നിന്ന് കാവിമണ്ണ് കലർന്ന ചോരകൾ പോലെ രക്തം പ്രവഹിക്കാൻ തുടങ്ങി. അസ്ത്രത്താൽ കൊല്ലപ്പെട്ട പൊടി മൂടിയ നാഥനെ തുടച്ച് താര കണ്ണിൽ കൊണ്ട് കുളിപ്പിച്ചു. എമ്പാടും ചോര വാർന്ന് നിഹതനായ നാഥനെ കണ്ട് താര ആ ചുവന്ന കണ്ണുകളോടുകൂടിയ അംഗദനോട് പറഞ്ഞു: മകനെ, അച്ഛൻ്റെ ദാരുണമായ ഈ ചരമാവസ്ഥ കാണൂ. പാപം കൊണ്ട് വന്നു ചേർന്ന വൈരത്തിൻ്റെ ഫലമാണിത്. ബാലസൂര്യ സമാനാംഗനും യമപുരിക്ക് പുറപ്പെട്ടവനും മാനതനുമായ മന്നനെ, അല്ലേ മകനെ, നീ അഭിവാദ്യം ചെയ്യൂ എന്ന് പറയാം. ഇത് കേട്ട് ആ അംഗദൻ എഴുന്നേറ്റ് തൻ്റെ തടിച്ചിടുണ്ട കൈകൾ കൊണ്ട് അംഗദനാണിത് എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കൽക്കൽ തൊട്ട് നമസ്കരിച്ചു. അഭിവാദം ചെയ്യുന്ന അംഗദനെ ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് എന്തുകൊണ്ടാണ് അങ്ങ് പറയാത്തത് എന്നവൻ ചോദിച്ചു. സിംഹത്താൽ കൊല്ലപ്പെട്ട കാളയെ തൻ്റെ കുട്ടിയോടുകൂടിയ പശു എന്ന പോലെ പ്രാണൻ പോയ അങ്ങയെ പുത്രനോടൊത്ത് ഞാൻ ഉപാസിക്കുകയാണ് ചെയ്യുന്നത്. രണയജ്ഞം കൊണ്ട് യാഗം ചെയ്തിട്ട് രാമൻ്റെ ആയുധമാകുന്ന ആ വെള്ളത്തിൽ പത്നിയായ എന്നെ കൂടാതെ അങ്ങ് എങ്ങനെയാണ് അവഭൃത സ്നാനം ചെയ്യാൻ പോയത്? പോരിൽ സന്തോഷിച്ച് ആ ദേവരാജാവ് ഇന്ദ്രൻ അങ്ങേക്ക് നൽകിയ ആ സ്വർണ്ണമാല ഇപ്പോൾ എന്തുകൊണ്ടാണ് കാണാത്തത്? എപ്പോഴും ബാലിയുടെ ജീവൻ രക്ഷിച്ചത് ആ ഇന്ദ്രൻ കൊടുത്ത സ്വർണ്ണമാലയാണ് എന്നാണ് പറയുന്നത്. പ്രാണൻ പോയിട്ടും രാജ്യശ്രീ അസ്തമന സൂര്യൻ്റെ കാന്തി ശൈലരാജനെ എന്ന പോലെ വിട്ടുപോകുന്നില്ല. പഥ്യമായ എൻ്റെ വാക്ക് അങ്ങ് അനുസരിച്ചില്ല. അങ്ങയെ തടയാൻ എനിക്കൊട്ട് കഴിഞ്ഞുമില്ല. പോരിൽ കൊല്ലപ്പെട്ട അങ്ങയോടൊപ്പം
പുത്രനോടൊത്ത ഞാനും ഇതാ കൊല്ലപ്പെട്ടവളായി തീർന്നിരിക്കുകയാണ്. അങ്ങയോടൊപ്പം എൻ്റെ കാന്തിയും പോയിപ്പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ താര വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്.